ഡീപ് സീക്കിലൂടെ അമേരിക്കയ്ക്ക് നല്ല ഒന്നാന്തരം പണിയാണ് ചൈന കൊടുത്തിട്ടുള്ളത്. ഒറ്റ ദിവസം കൊണ്ട് അമേരിക്കയുടെ ഓഹരികളെയൊക്കെ ഇടിച്ചു കളഞ്ഞില്ലേ ഡീപ് സീക്ക്. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി, കോഴിക്കോട് ഹലുവ. എന്നിട്ടോ നിങ്ങൾ അമേരിക്കക്കാർ 10 വർഷം കൊണ്ട് $6.6 ബില്യൺ മുടക്കി നിർമ്മിച്ചത് വെറും 2 വർഷം കൊണ്ട് $6.6 മില്യൺ ചെലവിൽ ഉണ്ടാക്കി മാർക്കറ്റിലേക്ക് എത്തിച്ചില്ലേ ചൈന. ഇതൊരു പ്രഖ്യാപനം കൂടിയാണ്. അമേരിക്കയോട് ചൈന നേരിട്ടെത്തി പറയുന്നു, ഒരു സാങ്കേതിക യുദ്ധത്തിന് നിങ്ങൾ തയ്യാറായിക്കോളൂ എന്ന്. ഇത് ചെറുതായിട്ടൊന്നുമല്ല അമേരിക്കയെ ബാധിച്ചിട്ടുള്ളത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാലിന് തീ പിടിച്ചതുപോലെയാണ് അദ്ദേഹം സിലിക്കൺ വാലിയിലേക്ക് വിട്ടത്. എന്തായാലും ഡീപ് സീക്ക് അമേരിക്കൻ സാങ്കേതിക വിദ്യയ്ക്ക് മേൽ പതിച്ച പേടി സ്വപ്നമായിരിക്കുകയാണ്. നമുക്ക് വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാം അല്ലേ. അതിനു മുൻപ് അമേരിക്കയോട് ഇപ്പോൾ ചൈന നടത്തുന്ന സാങ്കേതിക യുദ്ധത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്തായാലും ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഡീപ് സീക്ക് വന്നതോടെ ഉറക്കം നഷ്ടപ്പെട്ടത് മറ്റാർക്കുമല്ല, അത് അമേരിക്കയ്ക്ക് തന്നെയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മൂല്യമുള്ള അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റുകളെ പോലും ഒരു ദിവസം കൊണ്ട് ഇടിച്ചു താഴ്ത്താൻ തക്ക പ്രഹരശേഷി ചൈനയുടെ ഡീപ് സീക്കിനുണ്ട് എന്നത് വിശ്വസിക്കാനാകുന്ന കാര്യമല്ല. ഡീപ് സീക്ക് വന്നതോടെ വലിയ നാശനഷ്ടം തന്നെയാണ് അമേരിക്കയ്ക്ക് സംഭവിച്ചിട്ടുള്ളത്. അമേരിക്കയിലെ പ്രമുഖ കമ്പനികൾ പോലും വലിയ നഷ്ടത്തിലായി. NVDVA സ്റ്റോക്ക് 20% 2 ദിവസം കൊണ്ട് ഇടിഞ്ഞത് എന്ന് പറയുമ്പോൾ ഏകദേശ ചിത്രം നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ വളരെ പ്രസക്തിയുള്ള ഒരു ചോദ്യം വരുന്നുണ്ട്. ആരാണ് ചൈനയുടെ ഡീപ് സീക്കിനെ ഇത്രത്തോളം ഭയപ്പെടുന്നത് എന്ന ചോദ്യം. ചൈനയുടെ സാങ്കേതിക വിദ്യയായ ഡീപ് സീക്ക് എങ്ങനെയാണ് അമേരിക്കയിലെ പ്രമുഖ കമ്പനികളെ വലിയ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിച്ചത്? നമുക്ക് നോക്കാം അല്ലേ. ഇത്ര നാളും ലോകത്തിലെ തന്നെ വലിയ മൂല്യമേറിയ കമ്പനിയായിട്ടാണ് NVIDIA എന്ന അമേരിക്കൻ കമ്പനി നിലനിന്നിരുന്നത്. എന്നാൽ കഴിഞ്ഞ 2 ദിവസത്തിന് ശേഷം, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ചൈനയുടെ ഡീപ് സീക്ക് ലോകത്തിന് മുന്നിൽ എത്തിയതിനു ശേഷം $589 ബില്യൺ ഇടിവാണ് കമ്പനിക്ക് സംഭവിച്ചിട്ടുള്ളത്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നഷ്ടക്കണക്കായിട്ടാണ് ഇതിനെ കമ്പനി നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ മൂല്യം വളരെയധികം കുറയുകയും ആ സ്ഥാനം എന്നേക്കുമായി കമ്പനിക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. ഇത് അമേരിക്കൻ കമ്പനികളെ മുഴുവനായിട്ടും ബാധിച്ച ഒരു വലിയ വിഷയമായിട്ടാണ് ഇതിനോടകം തന്നെ ചർച്ച ചെയ്യപ്പെട്ടത്. ചൈനയുടെ ഡീപ് സീക്ക് എന്ന സാങ്കേതിക വിദ്യ അമേരിക്കൻ കമ്പനികളുടെ ഓഹരി ഇടിക്കുന്നു. കുറച്ച് സമയത്തിന് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. അമേരിക്കൻ കമ്പനികളോട് അലേർട്ടായിരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. ചൈനയുമായി ഒരു സാങ്കേതിക യുദ്ധത്തിന് സജ്ജമാകാൻ അമേരിക്കൻ കമ്പനികളോട് ആഹ്വാനം ചെയ്യുകയായിരുന്നു ഡൊണാൾഡ് ട്രംപ്. വേക്കപ്പ് കോൾ ഫോർ ഇൻഡസ്ട്രീസ് എന്നാണ് അദ്ദേഹം ഈ വിഷയത്തെ അഭിസംബോധന ചെയ്യുന്നത് പോലും. അതിനുശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം അമേരിക്കയുടെ സാധ്യതകളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അമേരിക്ക ഫസ്റ്റ് എന്ന ട്രംപിന്റെ സ്വപ്നത്തിനേറ്റ വലിയ തിരിച്ചടിയായിട്ടാണ് ചൈനയുടെ ഡീപ് സ്റ്റേക്കിനെ അമേരിക്ക ഇന്ന് നോക്കിക്കാണുന്നത് എന്നത് ട്രംപിന്റെ ആദിയിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. ലോകത്തിലെ മികച്ച സാങ്കേതിക വിദ്യയും അതുപോലെ വിദഗ്ധരുമുള്ളത് അമേരിക്കയുടെ മണ്ണിൽ തന്നെയാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. ലോകത്തെ മുഴുവൻ കീഴടക്കാൻ തക്ക സാങ്കേതിക വിദ്യ സിലിക്കൺ വാലിയിലുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. അത്രത്തോളം വളർന്ന അമേരിക്കയെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കുമാകില്ലെന്ന് പറയാതെ പറയുക കൂടിയാണ് ഇതിലൂടെ ട്രംപ് ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട്, ചൈന ഒരു സാങ്കേതിക യുദ്ധത്തിന് അമേരിക്കയോട് സജ്ജമായിരിക്കുന്നുവെന്ന നല്ല ബോധ്യം. ഇതിനോടകം തന്നെ വാർത്തകളിൽ നിറഞ്ഞ ഈ ഡീപ് സീക്ക് എന്താണെന്ന് കൂടി ഞാൻ പറയാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ ഗൂഗിളിനോടും OpenAIയോടും മത്സരിക്കാൻ പ്രാപ്തമാണ് ചൈനയുടെ ഈ പുതിയ AI മോഡൽ. US കേന്ദ്രീകരിച്ചിട്ടുള്ള ടെക് ഭീമന്മാർ ഉപയോഗിക്കുന്നതിനേക്കാൾ കുറഞ്ഞ സാങ്കേതിക വിദ്യ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ചിപ്പുകൾ ഉപയോഗിച്ചാണ് മോഡൽ വികസിപ്പിച്ചതെന്ന് ഡീപ് സീക്ക് R1 നിർമ്മാതാക്കൾ പറയുന്നുണ്ട്. മോഡലിനെ പരിശീലിപ്പിക്കുന്നതിനായി കമ്പ്യൂട്ടിംഗ് പവറിനായി $60 ലക്ഷം താഴെ മാത്രമാണ് ചെലവഴിച്ചതെന്നും അധികൃതർ പറയുന്നുണ്ട്. ഹാങ്ഷൗ ആസ്ഥാനമായുള്ള ഡീപ് സീക്ക് 2023 അവസാനത്തിൽ ഹൈ ഫ്ലയർ എന്ന ഹെഡ്ജ് ഫണ്ട് നടത്തുന്ന സംരംഭകനായ ലിയാങ് വെൻഫെങ് സ്ഥാപിച്ചതാണ്. ചൈനയ്ക്ക് പുറത്ത് അധികം അറിയപ്പെടാത്തതാണെങ്കിലും വളർന്നുവരുന്ന സാങ്കേതിക വിദ്യകളും നിക്ഷേപവും സംയോജിപ്പിക്കുന്നതിൽ ലിയാങ് പ്രശസ്തനുമാണ്. ഡീപ് സീക്ക് V3 മോഡൽ ആപ്പിളിന്റെ സ്റ്റോറിൽ US, UK, ചൈന എന്നീ രാജ്യങ്ങളിൽ ടോപ്പ് റേറ്റഡ് ഫ്രീ ആപ്പായിട്ട് ഇതിനോടകം തന്നെ മാറിയിട്ടുണ്ട്. AIയിലെ സിലിക്കൺ വാലി കുത്തകയാണ് ഡീപ് സീക്ക് അട്ടിമറിച്ചത് എന്നത് ശ്രദ്ധേയമാണ്. ഡീപ് സീക്കിന്റെ ഏറ്റവും പുതിയ റിലീസായ R1 തരംഗമായി മാറിയിരിക്കുന്നു. മറ്റ് AI ടൂളുകളെ അപേക്ഷിച്ച് അൺലിമിറ്റഡ് യൂസേജ്, ഓപ്പൺ സോഴ്സ്, കോസ്റ്റ് എഫിഷ്യന്റ് എന്നിവയാണ് ഡീപ് സീക്കിന്റെ പ്രത്യേകതകൾ. വിവിധ വിഷയങ്ങളിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിനുള്ള AI പ്രകടനം അളക്കുന്നതിനുള്ള ടെസ്റ്റിൽ OpenAIയുടേതിനേക്കാൾ ഉയർന്ന സ്കോറാണ് ഡീപ് സീക്ക് ഇതിനോടകം തന്നെ സ്വന്തമാക്കിയത്. കാര്യക്ഷമതയിലും ഉപയോഗത്തിലും ഡീപ് സീക്ക് അതിന്റെ പ്രതിയോഗികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. OpenAI, മെറ്റ തുടങ്ങിയ കമ്പനികൾക്ക് വില കൂടിയ AI ചിപ്പുകളും മറ്റ് സംവിധാനങ്ങളും ആവശ്യമായി വരുമ്പോൾ അതിന്റെ പകുതി വിഭവ
സമാഹരണത്തോടെയാണ് ഡീപ്സീക്ക് തതുല്യ പ്രവർത്തനം കാഴ്ചവെക്കുന്നത്. ഇത്രനാളും അമേരിക്കയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ വെല്ലാൻ തക്ക ഒരു ശക്തിയും ഇവിടെ ഇല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞവർക്ക് എതിരെയുള്ള ശക്തമായ ആയുധമായിട്ടാണ് ചൈന ഇപ്പോൾ ഇതിനെ കാണുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചതോടെ അമേരിക്കൻ കമ്പനികളുടെ ഓഹരി മൂല്യം ഉയർന്നിരുന്നു. AI മേഖലയിൽ ഇനിയും നിക്ഷേപങ്ങൾ നടത്തി കൂടുതൽ അപ്ഡേറ്റുകൾ വരുത്തുമെന്നായിരുന്നു കമ്പനികളുടെ വാഗ്ദാനം. നമുക്കറിയാം, ഒരിക്കൽ ഇന്ത്യയിലെത്തിയ ഓപ്പൺ AIയുടെ CEO ആയ സാം ആൾട്ട്മാൻ ഇന്ത്യയോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ChatGPT പോലൊരു AI സാങ്കേതികവിദ്യ നിർമ്മിക്കാൻ ഇന്ത്യക്ക് വർഷങ്ങൾ എടുക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ആൾട്ട്മാന്റെ അത്തരം സംസാരം കേട്ടപ്പോൾ ഉടൻ തന്നെ ChatGPTക്ക് ബദൽ സൃഷ്ടിക്കണമെന്ന് ഇന്ത്യക്കാർ എല്ലാവരും ചിന്തിച്ചിരിക്കണം. ആ പ്രതികാര നടപടി സ്വീകരിച്ചത് പക്ഷേ മറ്റാരുമല്ല, നമ്മുടെ അയൽ രാജ്യമായ ചൈനയാണെന്ന് മാത്രം. ഡീപ്സീക്ക് പുറത്തു കൊണ്ടുവന്ന് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ് ചൈന ഇതിനോടകം തന്നെ. ഞങ്ങളുടെ ChatGPTയും AI സാങ്കേതികവിദ്യയും ആർക്കും കോപ്പി ചെയ്യാനാകില്ലെന്നും വളരെയധികം അപ്ഡേറ്റഡ് ആണെന്നും അവകാശവാദം ഉയർത്തിയ സാം ആൾട്ട്മാനെ മിണ്ടാതാക്കാൻ ഇതിനോടകം തന്നെ ചൈനയുടെ ഡീപ്സീക്കിന് സാധിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ ആ കണക്കുകൾ നമ്മളൊന്ന് മനസ്സിലാക്കണം. കാരണം എത്ര ചെലവിലാണ്, എത്ര ആളുകളുടെ സഹായത്തിലാണ് ചൈന ഈ ഒരു സംരംഭം ഉണ്ടാക്കിയെടുത്തത് എന്നത്. അതിലൂടെ മാത്രമേ ചൈനയുടെ എഫിഷ്യൻസി എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. ഓപ്പൺ എയ്ക്ക് 10 വയസ്സാണ് പ്രായം എന്ന് ഓർക്കുക. അതായത് 10 വർഷം മുൻപാണ് ഓപ്പൺ എയുടെ ആരംഭം തുടങ്ങുന്നത്. അവിടെ ആകെ 4500 ജോലിക്കാരാണ് ജോലി ചെയ്യുന്നത്. അതിന് ചെലവാകട്ടെ $6.6 ബില്യൺ ആണ്. ഇനി നമുക്ക് ഡീപ്സീക്കിലേക്ക് ഒന്ന് നോക്കാം. പ്രായമാകട്ടെ 2 വയസ്സിന് താഴെയാണ്. അതായത് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 2023-ലാണ്. ആകെ 200 ജോലിക്കാർ മാത്രമേ ഇവിടെ ജോലി ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ $10 മില്യൺ താഴെ മാത്രമാണ് ഇതിന്റെ ചെലവ്. $10 മില്യൺ താഴെ എന്നത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അവിടെ ചെലവ് വന്നത് $6.6 ബില്യൺ ആണ്. ഈ കണക്കുകൾ മാത്രം മതി അമേരിക്കയേക്കാൾ എത്രയോ മുകളിലാണ് ചൈന സാങ്കേതിക വിദ്യയിൽ ഉണ്ടാക്കിയ കുതിപ്പ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. ഇത് തന്നെയാണ് അമേരിക്കൻ കമ്പനികളെയും അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും ഉറക്കം കെടുത്തുന്ന ചൈനയുടെ വെല്ലുവിളി. അതായത് ആരും ചെയ്യില്ല എന്ന് കരുതിയെടുത്താണ് ചൈന ഇങ്ങനെ ഒരു പണി അമേരിക്കയ്ക്ക് നൽകുന്നത്. വളരെ കുറഞ്ഞ ഡോളറിലാണ് ചൈന ആ പണി ചെയ്തത് എന്നായിരുന്നു ആദ്യം വന്ന വാർത്ത. ഇവിടെ ഓപ്പൺ ഐയിലേക്ക് വരുമ്പോൾ $6.6 ബില്യൺ ആണ് ചെലവ് വന്നിരിക്കുന്നത്. ഓപ്പൺ എയുടെ വലിയൊരു പ്രതിയോഗിയായി ചൈനയുടെ ഡീപ്സീക്ക് ഇപ്പം മാറിയിരിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ്. നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട മറ്റൊരു കാര്യം കൂടി ഇവിടെ പറയാനുണ്ട്. അമേരിക്കയും ചൈനയും പോലുള്ള വലിയ രാജ്യങ്ങൾ AI സാങ്കേതിക വിദ്യയിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്തുകയും വിജയിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യം ഇന്ത്യ എന്തുകൊണ്ട് ഇത്തരം ഒരു പരീക്ഷണത്തിന് മുതിരുന്നില്ല എന്ന പ്രസക്തമായ ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്, അല്ലേ? അതിനൊരു പ്രധാനപ്പെട്ട കാരണം നമുക്ക് ഒരുപാട് സമയം ഇതിനാവശ്യമുണ്ട് എന്ന് തന്നെയാണ്. കാരണം അത്രയും വികസിതമായ ടെക്നോളജി നമ്മുടെ കയ്യിലില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിന് നിരന്തരമായുള്ള ശ്രമങ്ങൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഉടനെ തന്നെ അങ്ങനെ ഒരു സാങ്കേതിക വിദ്യ പുറത്തിറക്കാൻ ഇന്ത്യക്ക് സാധിക്കുമെന്നത് ഉറപ്പാണ്. നമ്മളൊരു വികസിത രാജ്യമല്ല, നമ്മൾ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് എന്ന് ഓർക്കണം. പിന്നെ അമേരിക്ക പറയുന്നത് പോലെ AI സാങ്കേതിക വിദ്യ വലിയൊരു ബാലികേറാ മലയല്ല എന്ന് ലോകത്തിന് മുന്നിൽ തെളിയിച്ചിരിക്കുകയാണ് ചൈന. ഇന്ത്യയും ചൈനയുമായി ചില പ്രശ്നങ്ങളുണ്ട്. അമേരിക്കയ്ക്ക് അതിൽ ഇടപെടാൻ താല്പര്യമുണ്ട്, അതൊക്കെ നമുക്ക് അറിയാം. എന്തായാലും ചൈനയുടെ ഈ നടപടി എന്തായാലും മറ്റൊരു ലോകരാഷ്ട്രങ്ങൾക്കും സാങ്കേതിക വിദ്യയിലേക്ക് കുറച്ചുകൂടി നിക്ഷേപങ്ങളൊക്കെ നടത്താനുള്ള ഒരു അവസരം കൂടിയാണ്, അല്ലെങ്കിൽ ഒരു പ്രചോദനമായിട്ടാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. ചൈന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അമേരിക്കയുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇനിയും ഇടിയുമെന്നതിൽ ഒരു സംശയവുമില്ല. ChatGPTയേക്കാൾ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ചൈനയുടെ AI സാങ്കേതിക വിദ്യയെ മറികടക്കേണ്ടത് ഇപ്പോൾ അമേരിക്കയുടെ ഉത്തരവാദിത്തം കൂടി ആയിരിക്കുകയാണ്. അതിനുവേണ്ടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ടെത്തിയാണ് കമ്പനികളോട് ആവശ്യപ്പെടുന്നത്. നിങ്ങൾ യുദ്ധത്തിന് തയ്യാറാകണമെന്ന്. അതായത് ഒരു സാങ്കേതിക യുദ്ധം ഇരു രാജ്യങ്ങളുടെയും ഇടയിൽ ഇപ്പോൾ രൂപാന്തരപ്പെട്ടു എന്നതാണ് നമ്മൾ ഈ വാർത്ത കൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. എന്തായാലും കമന്റിൽ കുറിക്കുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.